നമസ്കാരം. കേരളത്തിലാകമാനം വലിയ പ്രതിഷേധം അലയടിച്ച ഒരു പദ്ധതിയാണ് കേരയിൽ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽപാത. ഈ റെയിൽപാത കടന്നു പോകുന്നത് വീടുകളുടെ അടുക്കളയിലൂടെയാണ്. പല വീടുകളുടെയും അടുക്കളയിൽ മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയം മറന്ന ആളുകൾ ഈ കേരയിൽ വിരുദ്ധ സമരസമിതി രൂപീകരിച്ച് വ്യാപകമായ സമരം നടത്തി. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരയിൽ കേരളത്തിൽ വരുമെന്ന്. ഇന്ന് ഒടുവിൽ ഇതാ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു, കേരയിൽ കേരളത്തിൽ വരില്ല, മഞ്ഞക്കുറ്റി കൊണ്ട് ഇനി ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാവില്ലെന്ന്. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയ പിണറായി വിജയൻ സർക്കാരിനെയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന നേതൃത്വത്തിനും കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അതിൽ ആ ജനകീയ സമരത്തിൽ CPMകാരനും CPIക്കാരനും എല്ലാം ഉണ്ട്. കാരണം തങ്ങളുടെ കിടപ്പാടം പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് കേരളത്തിന് അനുയോജ്യമല്ലാത്ത ഒരു പദ്ധതി കൊണ്ടുവരാനായിരുന്നു സർക്കാർ ശ്രമിച്ചത്. ഈ പദ്ധതിക്ക് പിന്നിൽ വലിയ തരത്തിലുള്ള കമ്മീഷൻ നേടലായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ജനകീയ പ്രതിഷേധത്തിനും പ്രതികരണത്തിനും മുന്നിൽ മുട്ടുമടക്കി ഒടുവിൽ കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് സർക്കാരിന് എത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണിത്. ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടത്തിനൊടുവിൽ കേരളത്തിലെ ജനങ്ങൾ വിജയിച്ചിരിക്കുന്നു, ഭരണകൂടം മുട്ടുമടക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ജനകീയ സമരത്തെ തോക്കുകൊണ്ടും ലാത്തികൊണ്ടും അടിച്ചമർത്താൻ ശ്രമിച്ചവർക്കുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് കേരയിൽ വിരുദ്ധ സമരത്തെ കായികമായി നേരിട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഒടുവിൽ കുറ്റബോധം കൊണ്ട് ശിരസ് കുനിക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചത് കേരളത്തിലെ ജനങ്ങളെ പേടിച്ചോ അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ? വിശദമായി പരിശോധിക്കാം. PS സൗവർണിക കൂടെയുണ്ട്, യുവമാധ്യമ പ്രവർത്തക. അതായത് ഒടുവിൽ CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും മുട്ടുമടക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരയിൽ പദ്ധതി കേരളത്തിൽ എന്തു വില കൊടുത്തും കേരയിൽ പദ്ധതി കൊണ്ടുവരുമെന്നായിരുന്നു ഇടതുപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരും LDF നേതാക്കന്മാരും പറഞ്ഞിരുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇല്ലാതാക്കുന്ന, കേരളത്തിലെ ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തുന്ന ഈ പദ്ധതിക്കെതിരെ കേരളത്തിലാകമാനം വലിയ പ്രതിഷേധവും അലയടിച്ചപ്പോൾ ആ പ്രതിഷേധത്തെ വകവെക്കാതെ ആ പ്രതിഷേധം കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു കേരള സർക്കാർ ചെയ്ത. നമ്മുടെ നാട്ടിൽ, എന്റെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന്. അതേ രൂപത്തിൽ തന്നെ വലിയ പ്രതിഷേധം അലയടിച്ചപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വേദികളിലും വന്ന് പറഞ്ഞത് ആരെതിർത്താലും കേരയിൽ വരും. തൃക്കാക്കർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിച്ചത് കേരയിൽ വരും കേട്ടോ എന്നാണ്. പക്ഷേ ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു, കേരയിൽ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാവില്ല, മഞ്ഞക്കുറ്റി കൊണ്ട് ഇനി ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകില്ലെന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ അത് ഇടതുമുന്നണിയുടെ നയം തന്നെയെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ്, തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പടുകുഴിയിൽ വീണ് കൈകാലിട്ടടിക്കുന്ന CPM, ഓക്സിജൻ ലഭിക്കാൻ വെന്റിലേറ്ററിന്റെ സഹായം തേടുന്ന CPMന് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു പരാജയം ഉണ്ടാകുക എന്നത് സ്വപ്നം കാണാൻ കൂടി കഴിയാത്തതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചത് കേരളത്തിലെ ജനങ്ങളെ പേടിച്ചിട്ടല്ലേ, ജനവികാരം പേടിച്ചിട്ടല്ലേ? ജനങ്ങളെ പേടിച്ചിട്ടാണ്, ജനവികാരം മാനിച്ചാണ് എന്നതിനൊക്കെ അപ്പുറം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേരയിൽ പദ്ധതിയിൽ നിന്ന് പറയുന്ന പോലെ സർക്കാർ പിന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കേരയിൽ പദ്ധതി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നപ്പോൾ പോലും ഈ സർക്കാർ കുലുങ്ങിയിട്ടില്ല. എന്താണ് പറഞ്ഞത്? കേരയിൽ വരും കേട്ടോ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പിന്നീട് വലിയ സമരങ്ങൾക്കൊക്കെ ഒടുവിൽ മഞ്ഞക്കുറ്റി പശുവിനെ കെട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കുറ്റിയായി നിലനിൽക്കുകയും ഈ ഒരു കേരയിൽ ചർച്ച അവസാനിച്ചു എന്ന് കരുതാണ്. അല്ലെങ്കിൽ ഇനി കേരളത്തെ വല്ല അത്രത്തോളം പ്രതിഷേധങ്ങൾ നടന്നു, മഞ്ഞക്കുറ്റി അവിടെ മഞ്ഞക്കുറ്റിയായി തന്നെ ഇരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അതിവേഗ റെയിൽവേയുടെ കാര്യമൊക്കെ പറയുമ്പോൾ വീണ്ടും കേരയിൽ വരും എന്നുള്ള തലത്തിലേക്ക് ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന്റെ പേരിലാണ് വീണ്ടും കേരളിനെ പറ്റി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കം അതിൽ വലിയ വിമർശനവുമായി മുന്നോട്ട് വന്നു. നമുക്കറിയാം, കേരളത്തിന്റെ ഈ പറയുന്ന പ്രകൃതി അല്ലെങ്കിൽ കേരളത്തിന്റെ ഘടന അനുസരിച്ച് കേരളത്തിന് അനിവാര്യമായ ഒരു പദ്ധതി അല്ല കേരയിൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന പദ്ധതിയാണെന്നൊക്കെ കേരളിന്റെ വിഷയം അന്ന് ആദ്യ ഘട്ടം മുതൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് വീണ്ടും സർക്കാർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം. ഇപ്പൊ ഇന്ന് പറയുന്നു, ബിനോയ് വിശ്വം പറയുന്നു, ഈ പറയുന്ന പോലെ കേരളത്തിനുണ്ട്, അതിവേഗ റെയിൽവേ വേണം, പക്ഷെ അത് കേരയിൽ പദ്ധതിയായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാർ ഇതിന്റെ പിന്നിൽ ഇത്രയും സമരങ്ങൾ നടന്നപ്പോൾ, ഇത്രയും പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ കേരയിൽ ഉപേക്ഷിക്കാത്ത സർക്കാർ
തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ അവസാനത്തെ 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പോലും കേരളിനെ പറ്റി പറഞ്ഞ സർക്കാർ ഇപ്പോ ആ നിലപാടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ജനങ്ങളെ മാനിച്ചോ അല്ലെങ്കിൽ ജനവികാരം മാനിച്ചോ ഒന്നുമല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഈ കേരളയുമായി മുന്നോട്ട് പോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിപ്പോ ആ വിഷയം മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലാണ്. അതിന്റെ കൂടെ കേരളയിൽ വരുമെന്ന് പറയുന്നു, പ്രതിഷേധങ്ങൾ വരുന്നു, അത് സർക്കാരിനെ വീട്ടിലാക്കും. നമുക്കറിയാം കേരളിന്റെ കാര്യം വരുമ്പോൾ പാർട്ടിക്കപ്പുറം മനുഷ്യരെല്ലാം ഒന്നിക്കും. ഈ പറയുന്ന പോലെ CPM-കാരനും CPI-കാരനും BJP-കാരനും കോൺഗ്രസ്സുകാരനും എല്ലാവരും ഒന്നിക്കും. കാര്യം അവരുടെ എല്ലാം പ്രശ്നമാണ്. ഈ പറയുന്ന പോലെ അതിവേഗ റെയിൽവേ എന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിന് ആവശ്യമാണ് എങ്കിൽ കൂടി, അല്ലെങ്കിൽ വികസനത്തിനൊന്നും ആരും എതിരല്ല, പക്ഷേ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്ന തരത്തിലായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതിഷേധിക്കുന്നത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാരിന് അറിയാം ഇനി കേരളയുമായി മുന്നോട്ട് പോയാൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന നയത്തിലെ നിലപാടുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ പ്രകൃതിയെ തകർത്തുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ദോഷകരമായി ഭവിക്കുന്ന കേരയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അത് കേരളത്തിന്റെ പ്രകൃതിയെ പൂർണ്ണമായും ഇല്ലാതാക്കും, കേരളത്തിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾക്കടക്കം കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം 2 പ്രളയങ്ങൾ 2018-ലും 2019-ലും 2 പ്രളയം കേരളത്തെ പൂർണ്ണമായും കവർന്നെടുത്ത അല്ലെങ്കിൽ കേരളത്തിൽ പ്രളയത്തിൽ മുങ്ങിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ, ഇടുക്കിയിലുണ്ടായ ഉരുൾപൊട്ടൽ, കേരളത്തിൽ പ്രകൃതി അതിന്റെ സംഹാര മൂർത്തിയായി സംഹാര താണ്ഡവം ആടിയത്, സർവ്വസംഹാര മൂർത്തിയായി സംഹാര താണ്ഡവം ആടിയത് കേരളം കണ്ടതാണ്. അതിന് മുന്നിൽ പകച്ചു നിന്ന കേരളത്തിലെ ജനങ്ങൾ നിരവധിയായ മനുഷ്യജീവനുകൾ, പ്രളയവും ഉരുൾപൊട്ടലും അടക്കം പ്രകൃതി താണ്ഡവത്തിൽ നിരവധിയായ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അന്നൊക്കെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്നു. അനധികൃത നിർമ്മാണം ഉൾപ്പെടെയുള്ളവ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കുന്നും മലയും ഇടിച്ച വികസനത്തിന്റെ പേര് പറഞ്ഞ കേരളത്തിന്റെ കുന്നും മലയും വയലുകളും ഇടിക്കുകയും അത് നികത്തുകയും ചെയ്ത് തന്നെയാണ് കേരളത്തിന്റെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർത്ത, കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്ത, കേരളത്തിന്റെ പ്രകൃതിയെ തകർത്ത, കേരളത്തിന്റെ ഭംഗിയെ തകർത്ത ഇത്തരം കുന്നും മലകളും എല്ലാം ഇടിച്ചുകൊണ്ടുള്ള വികസനം ഇനി കേരളത്തിൽ വേണ്ട എന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾ പറയാറുണ്ട്. അത് മാത്രമല്ല, 4 സെന്റിലും 5 സെന്റിലും ജീവിക്കുന്ന ആളുകളുടെ വീടിനകത്ത് കൂടി കേരളയിൽ കടന്നു പോകുന്നതിന്റെ ഭാഗമായി അടുക്കളയിലും ബാത്റൂമിലും അടക്കം മഞ്ഞക്കുറ്റി സ്ഥാപിച്ച് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധമുണ്ടായി. എന്നാൽ ആ ജനകീയ പ്രതിഷേധത്തെ പോലീസിന് ഉപയോഗിച്ച ക്രൂരമായി മർദ്ദിച്ച സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുന്ന പോലീസിന്റെ നാണംകെട്ട നെറികെട്ട നീക്കം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. ഇതിനെല്ലാമുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ CPM-നും സർക്കാരിനും നൽകിയിട്ട് ഇതുകൊണ്ടൊന്നും പഠിക്കാത്ത CPM, ഇതുകൊണ്ടൊന്നും ഭയപ്പെടാത്ത CPM പിന്നെയും പറയുകയാണ് ഞങ്ങൾ കേരളയുമായി മുന്നോട്ട് പോകും. ഒടുവിൽ CPM-ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇനി എന്താണ് പറയാനുള്ളത്? CPI-യുടെ, അതായത് ഇടതുമുന്നണിയിലെ 2ാമത്തെ ഘടകകക്ഷിയായ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു, കേരയിൽ പദ്ധതി ഇനി കേരളത്തിൽ വരില്ലെന്ന്. ഇനി ഈ വിഷയത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാണോ? കാരണം അദ്ദേഹം പറയുമോ കേരളയിൽ വരില്ല കേട്ടോ എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. കാരണം എല്ലാ വേദികളും അദ്ദേഹമാണ് പറയാറ് കേരളയിൽ വരും കേട്ടോ, കേരളയിൽ വരും കേട്ടോ. കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചെന്ന ആർജവത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയണം. അതിന്റെ കാരണം എന്താണ്? ഈ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? കോടികൾ ചിലവ് വരുന്ന ഒരു പദ്ധതി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള സാമാന്യ മര്യാദ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണം. അതിന് അദ്ദേഹം തയ്യാറാകണം. ഇനിയിപ്പോ ഇത് CPI-യുടെ അഭിപ്രായമായി മാറുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇത് സംബന്ധിച്ച മറ്റ് പ്രമുഖരുടെ അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള ആളുകളുടെ, മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണങ്ങളെല്ലാം വരാനുണ്ട്. ഇത് CPI-യുടെ അഭിപ്രായമാണോ അല്ല മുന്നണിയുടെ അഭിപ്രായമാണോ സർക്കാരിന്റെ അഭിപ്രായമാണോ എല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടും കേട്ടും അറിയാം.